കേരള ജനതയ്ക്ക് ഓർമ്മ കാണും 2004. അത്ര പെട്ടെന്നൊന്നും മറക്കാൻ സാധ്യതയില്ല. അന്നത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് ഒറ്റ കോൺഗ്രസ്സുകാരനും ജയിച്ചില്ല. ഇപ്പോൾ ഓർമ്മ വന്നില്ലേ? തെരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസ് പ്രസിഡന്റ് സോണിയാഗാന്ധിയും മൻമോഹൻ സിംഗും ഡൽഹിയിലെ CPM കേന്ദ്ര കമ്മിറ്റി ഓഫീസിലേക്ക് വന്ന് പാർട്ടി ജനറൽ സെക്രട്ടറി ഹർകിഷൻ സിംഗ് സുർജിത്ത്, സീതാറാം യെച്ചൂരി എന്നിവരുമായി ചർച്ച നടത്തിയതും പിന്തുണ തേടിയതും ആർക്കും മറക്കാൻ സമയമായിട്ടില്ല. സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏറ്റവും അധികം ജനക്ഷേമ പദ്ധതികൾ, അതായത് തൊഴിലുറപ്പ് പദ്ധതി, വിവരാവകാശ നിയമം, വനാവകാശ നിയമം, വിദ്യാഭ്യാസ അവകാശ നിയമം തുടങ്ങിയവ നടപ്പാക്കിയത് അക്കാലത്തെ ഇടതുപക്ഷത്തിൻ്റെ നിർബന്ധം മൂലം UPA ഗവൺമെൻറ്റാണ്. കേരളത്തിൽ നിന്നുള്ള 18 പേർ ഉൾപ്പെടെ 60 MPമാരുടെ കാര്യത്തിൽ അധികാരത്തിൻ്റെ പങ്കുപറ്റാനുള്ള വിലപേശലായിരുന്നില്ല. സംഘപരിവാറിനെ അധികാരത്തിൽ നിന്നും പുറത്താക്കുകയായിരുന്നു ഇടതുപക്ഷത്തിൻ്റെ ലക്ഷ്യം. 2024 തെരഞ്ഞെടുപ്പിലും അതാണ് ഇടതുപക്ഷത്തിൻ്റെ ലക്ഷ്യം. മതനിരപേക്ഷ ഇന്ത്യ നിലനിർത്താൻ പാർലമെൻറ്റിൽ ഇടതുപക്ഷത്തിൻ്റെ അംഗബലം കൂടിയേ തീരൂ. ഇവിടെ സംഘപരിവാറിന് വളം വെച്ചു കൊടുക്കുന്നത് കോൺഗ്രസും ലീഗുമാണ്. ഞങ്ങളാണ് BJP വിരുദ്ധരെന്ന് പറയുന്ന ലീഗും കോൺഗ്രസും. അവർ തന്നെയാണ് പഞ്ചായത്ത്, വാർഡ് തെരഞ്ഞെടുപ്പ് മുതൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ സംഘപരിവാറുമായി ഔഷധ കൂട്ടുകെട്ടും ബന്ധവുമൊക്കെ ഉണ്ടാക്കി വോട്ട് കച്ചവടവും നടത്തി പൊതുജനങ്ങളെ വിഡ്ഢികളാക്കുന്ന നെറികെട്ട രാഷ്ട്രീയം കളിക്കുന്നത്. സമുദായത്തിൻ്റെ പേരിലാണെങ്കിലും രാഷ്ട്രീയത്തിൻ്റെ പേരിലാണെങ്കിലും ഈ കോലീബി സഖ്യം നമ്മുടെ നാടിന് ആപത്താണ്. UDF നേതാക്കൾ ഇന്നത്തെ താൽക്കാലിക രാഷ്ട്രീയ നേട്ടത്തിനും സാമ്പത്തിക നേട്ടത്തിനും നടത്തുന്ന ഈ കൂട്ടുകെട്ട് കേരളത്തിൻ്റെ മതസൗഹാർദ്ദത്തിനും മതേതരത്വത്തിനും ജനാധിപത്യത്തിനും ഭാവിയിൽ വലിയ ദോഷമായി തീരും. വലിയ വില കൊടുക്കേണ്ടി വരും. കോലീബി സഖ്യത്തെ പരാജയപ്പെടുത്താൻ നട്ടല്ലോടെ നിലപാടെടുക്കാനുള്ള അവസരമാണ് ഇപ്പോൾ കൈവന്നിരിക്കുന്നത്. ഒരു സീറ്റ് പോലും ഇല്ലാതിരുന്ന ത്രിപുരയിൽ BJP എങ്ങനെ അധികാരത്തിൽ വന്നുവെന്ന് ചിന്തിക്കണം. അതുതന്നെയാണ് ഇവിടെയും BJP ആഗ്രഹിക്കുന്നതും അവർ പ്രയത്നിക്കുന്നതും അവർ പ്ലാൻ ചെയ്തിരിക്കുന്നതും. അവിടെ ആദ്യം 10 കോൺഗ്രസ് MLAമാർ BJPയിൽ ചേരുന്നു. അങ്ങനെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതെ BJPക്ക് 10 MLAമാരെ ഫ്രീ ആയി കിട്ടുന്നു. ചുമ്മാതെ കിട്ടിയതല്ല, കോടികൾ ഒഴുക്കി വില കൊടുത്തു വാങ്ങി. പിന്നീട് വന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ 41% വോട്ട് 7% വോട്ടായി കുറയുന്നു. മുഴുവൻ വോട്ടുകളും BJPക്ക് കിട്ടുന്നു. BJP അധികാരത്തിലെത്തുന്നു. ഇങ്ങനെ എത്ര സംസ്ഥാനങ്ങളിൽ BJP കോൺഗ്രസ് MLAമാരെ വാങ്ങിയ കണക്ക് നമുക്ക് മുന്നിലുണ്ട്. ഓർക്കുക, ഇന്നത്തെ കോൺഗ്രസ്, നാളത്തെ BJP. ഇന്ന് കേരളത്തിൽ BJPയുടെ 4 സ്ഥാനാർത്ഥികൾ മുൻ കോൺഗ്രസ് നേതാക്കളാണ്. ചിന്തിക്കുക.